അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, 8/1/2021 UAE ജുമുഅ ഖുത്ബ ശരീരത്തോടുള്ള നമ്മുടെ ബാധ്യതകൾ എന്ന ശീർഷകത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പരാമർശിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അസ്ബഗ അലൈനാ നിഅമഹു ളാഹിറതൻ വബാത്തിന. പ്രത്യക്ഷവും പരോക്ഷവുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അള്ളാഹു അല്ലാതെ ഒരാരാധ്യനില്ലെന്നും അവന് പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു. നമ്മുടെ നേതാവും പ്രവാചകരുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകരുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹസ്സന അലൽ അഖ്ദി ബി അസ്ബാബിൽ വിഖായ. സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച പ്രവാചകരാണ്. സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈൻ. ആ പ്രവാചകരിലും അവിടുത്തെ കുടുംബങ്ങളിലും അനുചരരിലും അവിടുത്തെ മാർഗം പിന്തുടർന്നവരിലും അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവട്ടെ. ഊസീക്കും ഇബാദല്ലാഹി വനഫ്സി ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുവാൻ ഉപദേശിക്കുകയാണ്. ഖാല തആല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളായി തീരുന്നതിനു വേണ്ടി അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന്. ഇബാദല്ലാഹ്, യഖൂലുല്ലാഹു അസ്സ വജൽ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉദാത്തമായ രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. യഅനി അന്ന മിൻ നിഅമില്ലാഹി സുബ്ഹാനഹു അലൽ ഇൻസാനി അൻ ഖലഖഹു ഫി അഫ്ളലി ഹാൽ. മനുഷ്യനെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ സൃഷ്ടിച്ചുവെന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. വജഅല ജസദഹു ഫീ അഹ്സനി സൂറ. മനുഷ്യൻ്റെ ആകാരം ഏറ്റവും സുന്ദരമാക്കിയതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വജിസ്മഹു ഫീ അതമ്മി സിഹ്ഹ. ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നൽകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മാത്രമല്ല, വജഅലഹു മസ്ഊലൻ അൻ ഹാദിഹി നിഅമ. അള്ളാഹു ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനുഷ്യന് ഉത്തരവാദിത്വം നൽകുകയും ചെയ്തു. അഥവാ മാദാ അമില ബിഹ. ആ അനുഗ്രഹം കൊണ്ടവൻ എന്തു ചെയ്തുവെന്ന്, ആരോഗ്യം എങ്ങനെ വിനിയോഗിച്ചുവെന്ന് മനുഷ്യൻ ഉത്തരവാദിയാണ്. വഹൽ ഹാഫള അലൈഹ. അവനത് പരിരക്ഷിച്ചുവോ എന്ന കാര്യത്തിലും മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫീ തഫ്സീർ ഖൗലില്ലാഹി തആല സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾക്കു നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്ത്യനാളിൽ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത്, അന്നഈമു, നഈം എന്ന വാക്കുകൊണ്ട്, അനുഗ്രഹമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശ്യം സിഹ്ഹത്തുൽ അബ്ദാനി വൽ അസ്മാഇ വൽ അബ്സാർ. ശരീരത്തിൻ്റെ പൊതുവെയുള്ളതും അതുപോലെ കണ്ണിൻ്റെയും കാതിൻ്റെയും ശേഷിയെക്കുറിച്ചുമുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. ഒരു വ്യക്തിക്കു നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് അയാൾ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്ന് അയ്യുഖാല ലഹു അലം നുസിഹ്ഹ ലക ജിസ്മക്. താങ്കൾക്കു ഞാൻ പൂർണ്ണമായ ആരോഗ്യം നൽകിയില്ലയോ, ആ ആരോഗ്യം എന്തു ചെയ്തു എന്നതായിരിക്കുമെന്ന്. ഫമിൻ ഹഖ്ഖി അജ്സാമിനാ അലൈനാ അൻ നുഹാഫിള അലാ സിഹ്ഹതിഹാ. നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ശരീരത്തിൻ്റെ ശേഷിയെ, ആരോഗ്യത്തെ നാം സംരക്ഷിക്കുക എന്നതാണ്. വനതഅക്കദ മിൻ സലാമതിഹ. അത് സുരക്ഷിതമായിരിക്കുന്നുവെന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്യലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലി ജസദിക അലൈക ഹഖ്ഖ. താങ്കളുടെ ശരീരത്തോട് താങ്കൾ ചെയ്തു തീർക്കേണ്ട കടപ്പാടുകളുണ്ടെന്ന്.
വമിനൽ ഖിയാമി ബിഹഖ്ഖിൽ ജസദി അൽ ഹിർസു അലാ വിഖായതിഹി. ശരീരം സംരക്ഷിക്കുവാൻ നാം ബദ്ധശ്രദ്ധരാവുക എന്നത് ശരീരത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. വൽ അഖ്ദു ബി അസ്ബാബി ആഫിയതിഹി. ശരീരത്തിൻ്റെ ക്ഷമത നിലനിർത്തുവാനാവശ്യമായ നടപടികളെടുക്കുക എന്നതും അതിൻ്റെ ഭാഗമാണ്. ഫഇന്നൽ ആഫിയത ഖൈറു മത്ലൂബിൻ വ അഅസ്സു മർഗൂബ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ ആഫിയത്ത്, ക്ഷമത, ആവത് എന്ന് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കു നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഔദാര്യം, സമ്മാനമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശേഷിയാണ്, ആവതാണ് എന്ന്. ഫബിആഫിയത്തിൽ ജസദി വസിഹ്ഹതിഹി തതഹഖഖു ലിൽ ഇൻസാനി സആദതുഹു. ശരീരത്തിൻ്റെ ആരോഗ്യം കൊണ്ടാണ് മനുഷ്യന് ജീവിതത്തിൽ വിജയം കൈവരുന്നത്. വയത്വീബു ഐഷുഹു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാവുന്നത്. വയക്തമിലു ഹനാഉഹു. അപ്പോഴാണ് ജീവിതത്തിൻ്റെ ആനന്ദം സമ്പൂർണ്ണമാകുന്നത്. വഖദ് ഖീല ലാ തത്വീബുൽ ഹയാതു ബിദൂനി സിഹ. അനാരോഗ്യകരമായ ജീവിതത്തിന് സന്തോഷമുണ്ടാവുകയില്ല എന്ന് പണ്ടേ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫസ്സിഹ്ഹതു തുസാഇദുൽ ഇൻസാന അലാ തഅദിയത്തി ത്വാആതി വഅമലിൽ ഖൈറാത്ത്. ശരീരത്തിൻ്റെ ക്ഷമതയാണ്, ആരോഗ്യമാണ് ആരാധനകൾ നിർവഹിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത്. അവ തന്നെയാണ് സൽക്കർമ്മങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവാൻ അവന് മാർഗമൊരുക്കുന്നതും. ഭൂമിയിലെ കർമ്മങ്ങൾ ചെയ്യുവാനും നാഗരികതകളുടെ നിർമ്മിതികൾക്കും കാരണമാവുന്നതും ഈ ആരോഗ്യം തന്നെയാണ്. فاللهم متعنا بأسماعنا وأبصارنا وقوتنا دوما ما أحييتنا. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ കാഴ്ചയുടെയും കേൾവിയുടെയും ഞങ്ങളുടെ ശേഷിയുടെയും അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ. സഹോദരങ്ങളെ, യഈഷുൽ ആലമു ഫത്രതൻ അസീബതൻ മഅ വബാഇ കൊറോണ. ഇന്നു നാം COVID-19 ബന്ധപ്പെട്ട് അതികഠിനമായ ചുറ്റുപാടുകളിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വഖദ് മന്നല്ലാഹു തആല അലൈനാ ബിഅസ്ബാബിൽ വിഖായത്തി മിൻഹു. അതിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള വഴികൾ തുറന്നു തരിക വഴി അള്ളാഹു നമ്മോട് വലിയ അനുഗ്രഹം കാണിച്ചിരിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഫവഫറത് ലനൽ ഖിയാദത്തുർ റഷീദത്തുൽ ലിഖാഹ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഉന്നതരായ ഭരണാധികാരികൾ നമുക്ക് പ്രതിരോധ മരുന്നുകൾ സംവിധാനിച്ചു തന്നു. അല്ലദീ യുഖവ്വി ബിഹില്ലാഹു മനാഅതന. ആ മരുന്നുകൾ വഴി അള്ളാഹു നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. വയഹ്ഫളു ബിഹി സിഹ്ഹതന. അതുവഴി അള്ളാഹു നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണ്. ഈ രാജ്യം അതെല്ലാം നമുക്കൊരുക്കി തന്നിരിക്കുന്നത് ഹിർസം മിൻഹ അലാ സലാമത്തി ശഅബിഹ. ഈ നാട്ടുകാർ, ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ സുരക്ഷിതരായിരിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടു തന്നെ ഫയജ്മുലു ബികുല്ലിൻ മിന്ന, നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. അയ്യുബാദിറ ഇലാ അഖ്ദിൽ ലിഖാഹ്. ഈ പ്രതിരോധ മരുന്ന് സ്വീകരിക്കുന്നതിനായി ഹിഫാളൻ അലാ സലാമത്തിഹി, നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്കു വേണ്ടി, വഹിമായതൻ ലിറൂഹിഹി വ അർവാഹി ഉസ്രതിഹി, സ്വന്തം ജീവനും കൂട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ജീവനും സംരക്ഷണമേകുന്നതിന് വേണ്ടി, വവിഖായതൻ ലി അബ്നാഇ മുജ്തമഇഹി, മാത്രമല്ല അത് സമൂഹത്തിനു തന്നെ സംരക്ഷണവുമാണ്. പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇഹ്റിസ് അലാ മാ യൻഫഉക, ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ താങ്കൾ ബദ്ധശ്രദ്ധനാവണമെന്ന്, അങ്ങേയറ്റത്തെ താൽപര്യം പ്രകടിപ്പിക്കണമെന്ന്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.